ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാരദാ ശാരദാംഭോജവദന വദനാംബുജേ സർവദാ സർവദസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. ഓം ശ്രീ ശാരദാംബേ നമഃ. ശ്രീ ഗുരുഭാഗവതം സാമൂഹ്യ പരിഷ്കരണം ഭാഗം 2. ഓം നമോ ഭഗവതേ സർവേശ്വരായ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സമബുദ്ധിയോടെല്ലാ മതവും പഠിച്ചറിഞ്ഞമിതമായ മതഭ്രാന്തുപേക്ഷിച്ചിടണം. മഹനീയമാം ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാ മന്ദിരമതിനോതി തീർക്കുമെന്നോതീ ഗുരു. വേഷവും ആചാരവും വ്യത്യസ്തമായ നാനാഭാഷയുമുള്ള ജനം മനുഷ്യരെന്നാകയാൽ അന്യോന്യം വിവാഹവും ഭന്തിഭോജനങ്ങളും ആചരിപ്പതിൽ ദോഷമില്ല എന്നോതി ഗുരു. ഹരിജൻ വിഭാഗങ്ങളായി താചരണത്താൽ അധികമതപ്പതിച്ചിടിനാനരസ്ഥിതർ അവരെ സമുദ്ധരിച്ചിടുവാൻ നിഷേധിച്ചൊരവകാശങ്ങൾ അവർക്കുള്ളതും നേടിയിടാൻ വിദ്യയും സ്വാതന്ത്ര്യവും സമ്പത്തും സകലർക്കും സിദ്ധമാക്കുവാൻ ജനവർഗത്തെ നന്നാക്കുവാൻ പാവനമായോര സന്ദീപിയിലൂടെ ഗുരു ദേവൻ അശ്രാന്ത ശ്രമം നടത്തിയെല്ലായ്പ്പോഴും സാമൂഹ്യ പരിഷ്കർത്താവാകിയ ഗുരുദേവൻ സാമൂഹ്യ നവോത്ഥാനമുണ്ടാക്കി രാജ്യത്തെങ്ങും ദൈവമാർഗത്തോടൊപ്പം ഭൗതിക കാര്യങ്ങളും കൈകാര്യം ചെയ്തു ജനക്ഷേമ തൽപരൻ ഗുരു. കേരളത്തിലെ നവോത്ഥാനത്തിൻ പ്രവാചകൻ, ഭാരതത്തിലെ മഹാത്മാക്കളിൽ അത്യുന്നതൻ. സാരമായി സമൂഹത്തിൽ വരുത്തി മാറ്റം, അതു കാരണം അഭിവൃദ്ധി നാട്ടിലുണ്ടായി വന്നു. ഇതര സംസ്ഥാനങ്ങൾ ജാതിയാം പിശാചിന്റെ ഇരയായി തീരുന്നുണ്ടീ കാലഘട്ടത്തിൽ പോലും. ഹരിജൻ കുടിലുകൾ ചുട്ടരിക്കുന്നു, ജാതി വൈരമോട് അവർണരെ മർദ്ദിച്ചങ്ങൊതുക്കുന്നു. അവർണരടിമയായി പണി ചെയ്യണം ഭൂമി, സവർണർക്കു മാത്രമാണിന്നു ആ സ്ഥലങ്ങളിൽ. നിർദ്ദയം ബലാത്സംഗം ചെയ്യുന്നു ഹരിജന സ്ത്രീകളെ, പത്രത്തിൽ ഈ വാർത്ത നാം കാണുന്നില്ലേ? കഷ്ടമാഹന്ത കഷ്ടം ചാതുർവർണ്യമേ നിന്റെ സൃഷ്ടി, ഇതെല്ലാം സ്ഥിതി സമത്വമെന്നുണ്ടാകും. അതിനായി അധസ്ഥിതരൊത്തുചേരണം, അഴിമതിയും അധർമ്മവും അകറ്റി മുന്നേറണം. തകർത്തിടണം അസമത്വം ഈ മണ്ണിൽ നിന്നും, ഉയർത്തിയിടണം നവമാനവ മൂല്യങ്ങളെ. നമ്മുടെ മുദ്രാവാക്യം ഗുരുദേവാദർശങ്ങൾ, നമ്മുടെ ലക്ഷ്യം ഒരു നൂതന സമൂഹവും. നൂതന സമൂഹത്തിൻ സൃഷ്ടികർത്താക്കൾ നമ്മൾ. സംഘടിക്കുവിൻ, ശക്തരാകുവിൻ സഹജരെ. കേരളത്തിലെ അധസ്ഥിതരോട് അനുകമ്പയാർന്ന സദ്ഗുരുവരൻ തന്റെ ആശ്രമങ്ങളിൽ പറയ പുലയ വർഗങ്ങളിൽ നിന്നുമുള്ള ചെറിയ ബാലന്മാരെയും എടുത്തു വളർത്തിനാൻ. വിദ്യ അഭ്യസിക്കുവാൻ, ആഹാരം പാകം ചെയ്യാനൊക്കെയും അവരെ ഏർപ്പെടുത്തി ഗുരുദേവൻ. ആശ്രമത്തിലെത്തുന്നോരയിത്ത വിശ്വാസികൾക്ക് അവർണർ അവരിന്നും വിളമ്പി നൽകിയിടിനാർ. ഇങ്ങനെ പ്രായോഗികമായി തന്നെ ഈ അയിത്തത്തെ ഇല്ലായ്മ ചെയ്തു പരിപാവനൻ ഗുരുദേവൻ
വിദ്യ അഭ്യസിക്കുവാൻ ഹരിജൻ വിദ്യാർത്ഥികൾക്ക് ഒത്തതില്ലതിനായി സമരം നടത്തിയ ഹരിജൻ നേതാവ് അയ്യൻകാളിയോടൊത്ത് നയപരിപാടികൾ ആവിഷ്കരിച്ചു ഗുരുദേവൻ. നെയ്യാറ്റിൻകരയിലെ സ്കൂൾ പ്രവേശത്തിനായി അയ്യൻകാളിയെ സഹായിക്കുവാൻ എത്തി യോഗം. അയ്യൻകാളിയും ഗുരുദേവനെ സന്ദർശിച്ച് ആയതിൽ അവർക്കുള്ള സന്തോഷമറിയിച്ചു. ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തെ പകർന്നു നൽകി പരിപാവനൻ ഗുരുദേവൻ തലശ്ശേരിയിലുള്ള ജഗന്നാഥ ക്ഷേത്രത്തിൽ പുലയർക്ക് അംഗീകാരം നൽകിയതില്ല. ചിലർ ഈഴവ പ്രമാണിമാരായി കൽപ്പിക്കയാൽ ഏഴകളവരേറെ ദുഃഖിതരായി തീർന്നു. ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ദർശനം നടത്തുവാൻ ക്ഷേത്രജ്ഞൻ അനുവദിച്ചിടിനാൻ പുലയരെ. ആയതിൽ സന്തോഷിച്ചു പരിത സംരക്ഷകനായ നാഥന്റെ തിരുമുൻപിൽ വീണുരുണ്ടവർ ആശ്വാസമേകി എഴുന്നേൽപ്പിച്ചു ഭഗവാൻ. ഈശ്വരപുത്രന്മാരെയൊക്കെയും അപ്പോൾ തന്നെ ആശ്വാസമേകി എഴുന്നേൽപ്പിച്ചു ഭഗവാനായ ഈശ്വരപുത്രന്മാരെയുമൊക്കെ അപ്പോൾ തന്നെ ആനന്ദാശ്രുക്കൾ പൊഴിച്ചിടിനാൻ ഭഗവാനും. സാനന്ദമതു കണ്ടു നിന്ന സജ്ജനങ്ങളും കരുണാമയനായ ഭഗവാൻ ചൊരിഞ്ഞൊരോ കരുണാർദ്രമാം കണ്ണീർ തുള്ളികൾ ഓരോന്നിലും നിറഞ്ഞു നിൽക്കുന്നവോ പതിത സ്നേഹത്തിന്റെ പരമാണുക്കൾ, സാഹോദര്യത്തിൻ കണികകൾ. ഏഴകൾക്ക് ആത്മശാന്തിക്കായുള്ള ക്ഷേത്രങ്ങളിൽ ഏവർക്കും പ്രവേശിക്കാമെന്നരു ചെയ്തു സ്വാമി. ജാതിഭേദവും അഴിമതിയും അകലണം, സോദരനെന്ന പോലെ ഏവരും ജീവിക്കണം. താഴ്ന്നവരുയരണം, ഉയർന്നു നന്നാവണം. ഏഴകൾക്ക് ആശ്വാസമായി തീരണം പുരോഗതി. താഴ്ന്നവർക്ക് അവകാശബോധവും ഉയർച്ചയും ഊഴിയിലുണ്ടാക്കുവാൻ ശ്രമിച്ചു ഗുരുദേവൻ. സ്വാമിതൻ പ്രയത്നവും സന്ദേശങ്ങളും കൊണ്ട് സാമൂഹ്യ നവോത്ഥാനമുണ്ടായി രാജ്യത്തെങ്ങും. ഇനിയും അനാചാരം അവശേഷിക്കുന്നവതനിയെ മാറില്ല, നാം മാറ്റണം പരിശ്രമാൽ. അതിനു പ്രചോദനം നൽകുന്നു ഗുരുദേവൻ. അവിടുന്ന് അരുൾ ചെയ്ത സന്ദേശവാക്യങ്ങളും. ഓം നമോ ഭഗവതേ സർവേശ്വരായ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.